ഇന്ന് നാട്ടിൽ മുക്കിന് മുക്കിന് ചായക്കടകളാണുള്ളത്. വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയാലും ഒരു ചായ കുടിക്കാതെ വീട്ടിൽ തിരിച്ചു കയറുന്നവർ വിരളമായിരിക്കും. ഒരു തരത്തിൽ മനുഷ്യരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ചായയും ഫാസ്റ്റ് ഫുഡുമൊക്കെ. എന്നാൽ ഒരിക്കലെങ്കിലും ബഹിരാകാശത്ത് പോയി ഒരു ചായ കുടിക്കുന്നതിനെ പറ്റിയോ അത്താഴം കഴിക്കുന്നതിനെ പറ്റിയോ ഒക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാലത് നാടോടി കഥകൾ പോലെ സങ്കല്പം മാത്രമായി ഒതുങ്ങില്ല. ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള ഭക്ഷണം കണ്ടെത്താൻ വരെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നതിനിടയിൽ ബഹിരാകാശത്ത് അത്താഴ വിരുന്നൊരുക്കാൻ പദ്ധതിയിടുകയാണ് പ്രമുഖ സ്പേസ് ടൂറിസം കമ്പനി. സ്പേസ് VIP ആണ് കോസ്മിക് ഭക്ഷണം ആസൂത്രണം ചെയ്യുന്നത്. ഡെൻമാർക്ക് ഷെഫ് റാസ്മസ് മങ്ക് ആയിരിക്കും വിരുന്നൊരുക്കുക. 6 പര്യവേഷകർ 6 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് 99% മുകളിലാകും കോസ്മിക് ഭക്ഷണം രുചിക്കുക. $4,95,000 ആയിരിക്കും ടിക്കറ്റ് നിരക്ക്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സജ്ജമാക്കിയിരിക്കുന്ന സ്പേസ് പ്രൈസ് ഫൗണ്ടേഷനിലേക്കാകും മിഷനിൽ നിന്ന് ലഭിക്കുന്ന തുക സംഭാവന ചെയ്യുക. ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ബഹിരാകാശ പേടകമായ സ്പേസ് പെർസ്പെക്റ്റീവിന്റെ സ്പേസ്ഷിപ്പ് നെപ്റ്റ്യൂണിലാകും കോസ്മിക് ഭക്ഷണം വിതരണം ചെയ്യുക. 6 പര്യവേഷകരുമായി യാത്ര തിരിക്കുന്ന ദൗത്യം 2025-ലാകും വിക്ഷേപിക്കുക. സ്പേസ് ബലൂൺ ഉപയോഗിച്ച് സാവധാനത്തിൽ ചലിക്കുന്ന മർദ്ദമുള്ള ക്യാപ്സ്യൂളാണ് സ്പേസ്ഷിപ്പ് നെപ്റ്റ്യൂൺ. അസാധ്യമായവയെ സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്പേസ് പെർസ്പെക്റ്റീവിന്റെ സ്ഥാപകനും Co-CEOയുമായ ജെയിൻ പോയിന്റർ പറയുന്നുണ്ട്. പ്രമുഖ കലാകാരന്മാരുടെ പങ്കാളിത്തത്തോടെയാണ് പര്യവേഷണം നടത്തുന്നതെന്ന് സ്പേസ് VIP-യുടെ സ്ഥാപകൻ റോമൻ ചിപ്പോരുക വ്യക്തമാക്കി. മനുഷ്യന്റെ അവബോധം വളർത്തുന്നതിനും ബഹിരാകാശ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നടത്തുന്ന പര്യവേഷണങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തേതാകും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ സമുദ്രനിരപ്പിൽ നിന്ന് 1,00,000 അടി ഉയരത്തിൽ പോയാലും വൈഫൈ ആക്സസ് ചെയ്യാനും തത്സമയം ഭൂമിയിലേക്ക് വിവരങ്ങൾ അയക്കാനും ബന്ധപ്പെടാനും സാധിക്കും. ഭൂമിയുടെ വക്രതയ്ക്ക് മുകളിൽ സൂര്യോദയം കാണാനുള്ള അവസരവും പര്യവേഷകർക്ക് ലഭിക്കും. പരീക്ഷണം വിജയിച്ചാൽ വരും നാളുകളിൽ പൊതുജനങ്ങൾക്ക് കൂടി ഇത് സാധ്യമാകും വിധം സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ബഹിരാകാശത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതിനുള്ള പണം സമ്പാദിക്കുക എന്നത് മാത്രം. എങ്കിൽ വൈകാതെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാകും.